മോശമാണ്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഹലോ പ്രിയപ്പെട്ട ചങ്കളെ, അപ്പം ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ഇത്തരം ശബ്ദത്തോടു കൂടി സംസാരിക്കണമെങ്കിൽ എന്താണ് കാര്യം? എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? ആ മാധ്യമപ്രവർത്തകർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവരെല്ലാവരും മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇരിക്കുന്നത്? പക്ഷേ അദ്ദേഹം ഒരു മറുപടി പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. പല തവണ ചോദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആ മാധ്യമ പ്രവർത്തകൻ ഇത്തരം ശബ്ദത്തോടു കൂടി മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചത്. വീഡിയോ കാണാം. ഓക്കെ. റിപ്പോർട്ടർമാർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ നേരം ചോദിക്കുന്നുണ്ട്. മോശമാണ്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താസമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതാണ്. മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വീഡിയോ കണ്ടില്ല എല്ലാവരും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ഭാഗത്തേക്ക് മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കല്ലേ. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങൾക്കുള്ളിലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറൊന്ന് ജനങ്ങളെ മുഖത്തൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചൂടെ? അത് മാത്രം കണ്ടാൽ മതി ഞങ്ങൾക്ക്.